എല്ലാം മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും യേശു മാത്രം. ഓ അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ. അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ. പതിനായിരങ്ങളിൽ സുന്ദരനെ, ശാരോനിൻ റോജാവേ. പതിനായിരങ്ങളിൽ സുന്ദരനെ, ശാരോനിൻ റോജാവേ. അങ്ങേക്കു തുല്യന അങ്ങു മാത്രം, അങ്ങേക്കു തുല്യന അങ്ങു മാത്രം. അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ. അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ. പതിനായിരങ്ങളിൽ സുന്ദരനെ, ശാരോനിൻ റോജാവേ. പതിനായിരങ്ങളിൽ ശാരോനിൻ റോജാവേ. പരിശുദ്ധനെ രാജാവേ, അങ്ങേ വാഴ്ത്തിയിടുന്നു. വീരന ദൈവമേ, അങ്ങേ നാമിച്ചിടുന്നേ. പരിശുദ്ധനെ രാജാവേ, അങ്ങേ വാഴ്ത്തിയിടുന്നീതാ. വീരന ദൈവമേ, അങ്ങേ നാമിച്ചിടുന്നേ. പരിശുദ്ധനെ രാജാവേ, അങ്ങേ വാഴ്ത്തിയിടുന്നീതാ. വീരന ദൈവമേ, അങ്ങേ നാമിച്ചിടുന്നേ. പരിശുദ്ധനെ രാജാവേ, അങ്ങേ വാഴ്ത്തിയിടുന്നീതാ. വീരന ദൈവമേ, അങ്ങേ നാമിച്ചിടുന്നേ. പരിശുദ്ധനെ രാജാവേ, അങ്ങേ വീരന ദൈവമേ, അങ്ങേ നാമിച്ചിടുന്നേ. പരിശുദ്ധനെ രാജാവേ, അങ്ങേ വാഴ്ത്തിയിടുന്നീതാ. വീരന ദൈവമേ, അങ്ങേ നാമിച്ചിടുന്നേ. കരങ്ങളെടുത്തിട്ട് ഹല്ലേലൂയ പറഞ്ഞേ, ശബ്ദമെടുത്തിട്ട് ഹല്ലേലൂയ പറഞ്ഞേ.
എൻ കോട്ടയും നീ മാത്രമേശുനാഥാ. എൻ ബലവും എൻ കോട്ടയും നീ മാത്രമേശുനാഥാ. ആശ്രയമായി നീയല്ലാതെ ആരുള്ളൂ എൻ ദൈവമേ. ആരുള്ളൂ എൻ ദൈവമേ. ഹല്ലേലൂയാ ഹല്ലേലൂയാ. ആരാധന സ്തുതി രാജാവിന്. ഹല്ലേലൂയാ ഹല്ലേലൂയാ. ആരാധന സ്തുതി രാജാവിന്. പരിശുദ്ധനെ ആരാധിച്ചിടുന്നു ഞാൻ. പാവനന പരിശുദ്ധനെ ആരാധിച്ചിടുന്നു ഞാൻ. മറവിടവും എൻ്റെ ഉപനിധിയും നീ മാത്രമെന്നേശുവേ. മറവിടവും എൻ്റെ ഉപനിധിയും നീ മാത്രമെന്നേശുവേ. ഹല്ലേലൂയാ ഹല്ലേലൂയാ. ആരാധന സ്തുതി രാജാവിന്. ഹല്ലേലൂയാ ഹല്ലേലൂയാ. ആരാധന സ്തുതി രാജാവിന്. ആരിലും ആരാധ്യൻ നീ, രാജാതിരാജാവും നീ. ആരിലും ആരാധ്യൻ നീ, രാജാതിരാജാവും നീ. പാടി സ്തുതിച്ചിടും ഞാൻ എല്ലാ നാളും നിൻ സ്തുതികൾ. പാടി സ്തുതിച്ചിടും ഞാൻ എല്ലാ നാളും നിൻ സ്തുതികൾ. ഹല്ലേലൂയാ ഹല്ലേലൂയാ. ആരാധന സ്തുതി രാജാവിന്. ഹല്ലേലൂയാ ഹല്ലേലൂയാ. ആരാധന സ്തുതി രാജാവിന്. എൻ ബലവും എൻ കോട്ടയും നീ മാത്രമേശുനാഥാ. എൻ ബലവും എൻ കോട്ടയും നീ മാത്രമേശുനാഥാ. ആശ്രയമായി നീയല്ലാതെ ആരുള്ളൂ എൻ ദൈവമേ. ആശ്രയമായി നീയല്ലാതെ ആരുള്ളൂ എൻ ദൈവമേ. ഹല്ലേലൂയാ ഹല്ലേലൂയാ. ആരാധന സ്തുതി രാജാവിന്. 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 ഭൂവാസികളെ യഹോവയ്ക്കർപ്പിടുവിൻ. ഭൂവാസികളെ യഹോവയ്ക്കർപ്പിടുവിൻ.
സന്തോഷത്തോടെ വന്നു കൂടുവിൻ, സംഗീതത്തോടെ സ്തുതി പാടുവിൻ. സന്തോഷത്തോടെ വന്നു കൂടുവിൻ, സംഗീതത്തോടെ സ്തുതി പാടുവിൻ. അവൻ നല്ലവനല്ലോ, ജയ എന്നുമുള്ളത്. അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നുമുള്ളത്. അവൻ നല്ലവനല്ലോ. ഭൂവാസികളെ യഹോവയ്ക്കർപ്പിടുവിൻ, ഭൂവാസികളെ യഹോവയ്ക്കർപ്പിടുവിൻ. യഹോവ തന്നെ ദൈവമെന്നറിവിൻ, അവൻ നമ്മെ മെനഞ്ഞുവല്ലോ. യഹോവ തന്നെ ദൈവമെന്നറിവിൻ, അവൻ നമ്മെ മെനഞ്ഞുവല്ലോ. അവൻ നമുക്കുള്ളവൻ, നാം അവനുള്ളവൻ, അവനെ വാഴ്ത്തിയിടുവിൻ. അവൻ നമുക്കുള്ളവൻ, നാം അവനുള്ളവൻ, അവനെ വാഴ്ത്തിയിടുവിൻ. ഭൂവാസികളെ യഹോവയ്ക്കർപ്പിടുവിൻ, ഭൂവാസികളെ യഹോവയ്ക്കർപ്പിടുവിൻ. സന്തോഷത്തോടെ വന്നു കൂടുവിൻ, സംഗീതത്തോടെ സ്തുതി പാടുവിൻ. സന്തോഷത്തോടെ വന്നു കൂടുവിൻ, സംഗീതത്തോടെ സ്തുതി പാടുവിൻ. അവൻ നല്ലവനല്ലോ, ജയ എന്നുമുള്ളത്. അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നുമുള്ളത്. 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 ഭൂവാസികളെ യഹോവയ്ക്കർപ്പിടുവിൻ, ഭൂവാസികളെ യഹോവയ്ക്കർപ്പിടുവിൻ. യഹോവ തന്നെ വിശ്വസ്തനെന്നറിവിൻ, അവൻ നമ്മെ വിടുവിച്ചല്ലോ. യഹോവ തന്നെ വിശ്വസ്തനെന്നറിവിൻ, അവൻ നമ്മെ വിടുവിച്ചല്ലോ. അവൻ നല്ല ഇടയൻ, തന്റെ ആടുകൾ നാം അവനെ സ്തുതിച്ചിടുവിൻ. അവൻ നല്ല ഇടയൻ, തന്റെ ആടുകൾ നാം അവനെ സ്തുതിച്ചിടുവിൻ. അവൻ നല്ലവനല്ലോ, ജയ എന്നുമുള്ളത്. അവൻ വല്ലഭനല്ലോ, സ്തുതി. അവൻ നല്ലവനല്ലോ, ജയ എന്നുമുള്ളത്. അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നുമുള്ളത്. അവൻ നല്ലവനല്ലോ, ജയ എന്നുമുള്ളത്. അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നുമുള്ളത്. അവൻ നല്ലവനല്ലോ, ജയ എന്നുമുള്ളത്. അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നുമുള്ളത്. ഭൂവാസികളെ യഹോവയ്ക്കർപ്പിടുവിൻ, ഭൂവാസികളെ യഹോവയ്ക്കർപ്പിടുവിൻ. സന്തോഷത്തോടെ വന്നു കൂടുവിൻ, സംഗീതത്തോടെ സ്തുതി പാടുവിൻ. സന്തോഷത്തോടെ വന്നു കൂടുവിൻ, സംഗീതത്തോടെ സ്തുതി പാടുവിൻ. അവൻ നല്ലവനല്ലോ, ജയ എന്നുമുള്ളത്. അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നുമുള്ളത്. 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
hallelujah, hallelujah, hallelujah. Limara shaida barata thurabala ramanaga thudimini antari kalatari marata shatarari marata shurarata rimanaga thudimini antara lantara 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 lala rimanaga thurabala thudimini antari manalanta shvala barantara lantara lantara la thurabam sagaram sagadam dagadam rimana tarari kalarantara lamanaga thurabala thudimini antara lamanaga thuramanam Vaidavantara lantara lamanaga thuramana rimanaga thuramana thurabala thurimiyanto shvanatara tarala thuramala rimana lantaka lantara lantara lam vartavanam thurabala ramana thurimiyanta shvatala lantara lamanaga thurabala rimanaga thurimiyantara lanta shvalatari manatari kalata thiratara rivarata thuramana rikalaranta thurabala 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 vaidavanta rimoloto shvatavalanta rimanagada thurabala ramanaga thurimiyanto libragadala shailavaranta rimanaga thuramana rimanaga thurimiya lebala tara rikharata thuranata vaidara thuravalanta thiramananta rimanaga thurabala 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 lamana shatala rimanalanta thurabala ramanaga thurimiya Lebragadala mana shamdara shudamana ramanaga thurimiya lashmala lantara 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 thuramam shagadam ragadam ragadam vaidavaram taram taram thuramam shagadara gadaravalam rimana lantara lagadara thurabala thurabala ramanaga thurimiya antara lantara lamanaga thurabala vaidavaratam lebolo thuru gadara badaru vana shamdara balam rimanaga thurabala thurabala thurimiya vaidavarantam Lebarantara lantara lamanaga thurabala ramanaga thurimiyantorlo torlo shvatavalantara lamanaga thurabala vaidavaranta rikalaranta thirumanayanto vaidavarantam thurabalantam vaidam tharam ragadam ragadam shaidavaranta rimanaga thurabala rimanaga theribalantara lantara lamanaga thurabala lebolo toro rikaratara la rimanalantara shaitara. ഇന്ന് നമ്മൾ കേൾക്കുവാൻ പോകുന്നത് ദൈവം നമ്മോട് കൂടെ എന്നുള്ള വിഷയമാണ്. തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിയോട് പറ, തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിക്ക് കരം കൊടുത്തിട്ട് നിങ്ങൾ പറഞ്ഞാട്ടെ, ദൈവം നിന്നോടുകൂടെ ഉണ്ട്. നിൻ്റെ ഇന്നത്തെ ഏത് അവസ്ഥയാണെങ്കിലും വ്യവസ്ഥ കൂടാതെ അത് മാറ്റുവാൻ നിന്നോടുകൂടെ ഇരിക്കുന്ന പിതാവായ ദൈവത്തിന് കഴിയും. ചിരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞത്. ഹല്ലേലൂയ. അത് നിങ്ങളുടെ വിഷമം കണ്ടപ്പോൾ അവർക്ക് കുറച്ചുകൂടെ വിഷമം തോന്നിയോ? ഹല്ലേലൂയ. നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അവർ എന്ത് വിഷമത്തിൽ കിടന്നാലും അവരോട് എപ്പോഴും പറയാനുള്ള കാര്യം എന്താണ്? ദൈവം നിങ്ങളോടുകൂടെ ഉണ്ട്, എന്നോട് പ്രവർത്തിക്കുന്ന ദൈവം നിങ്ങളോടുകൂടെ ഉണ്ട് എന്ന് പറയണം. ഹല്ലേലൂയ. നമ്മളെന്താണ് പറയുന്നത്? സാധാരണ ഒരു വ്യക്തിയോട് അവരവസ്ഥകൾ പറയുമ്പോൾ, അവരുടെ ബുദ്ധിമുട്ടുകൾ പറയുമ്പോൾ നമ്മൾ എന്ത് പറയും? നമ്മൾ അതിനേക്കാളും വലിയ ബുദ്ധിമുട്ടുകൾ പറയും അല്ലേ? അങ്ങനെയല്ലേ? ഹല്ലേലൂയ. അങ്ങനെയല്ലേ? അതോ ദൈവം നിങ്ങളോട് കൂടെ ഉണ്ട്, എന്നോട് കൂടെ ഇരിക്കുന്ന ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കുമെന്ന് പറയുന്ന എത്ര പേരുണ്ട്? ആരും പറയില്ല. ഹല്ലേലൂയ. കാരണം എന്തെന്നറിയാമോ? അവർ സാമ്പത്തിക ബുദ്ധിമുട്ട് പറയുമ്പോൾ നമ്മൾ ഒരു പടിയൂടെ കയറി പറയും, നിങ്ങൾക്ക് 30,000 രൂപയല്ലേ ഉള്ളൂ, എനിക്ക് 40 ലക്ഷം രൂപ കടമുണ്ട്. ഹല്ലേലൂയ. ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് പറഞ്ഞാൽ ആ 40 ലക്ഷം രൂപയിൽ എന്നെ നടത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് പലപ്പോഴും പലരും പറയില്ല. ഹല്ലേലൂയ. ഇപ്പോൾ ഒരു രോഗത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതിനേക്കാളും ബുദ്ധിമുട്ട് നിങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കും. അവരപ്പോഴും മനസ്സിൽ വിചാരിക്കും, ഇവരെന്തിനാണ് പിന്നെ ഇങ്ങനെ ആരാധിക്കുന്നത്, പിന്നെ എന്തിനാണ് ഇവർ സഭയിൽ പോകുന്നത്? അതിന് പകരം ഇന്നു മുതൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ അവസ്ഥകൾ പറയാതെ, വ്യവസ്ഥ കൂടാതെ നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളോട് കൂടെ ഇരിക്കുന്ന ദൈവത്തെക്കുറിച്ച് അവരോട് പറഞ്ഞു കൊടുക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പറയുമോ? ഹല്ലേലൂയ. നിങ്ങളോട് കൂടെ ആരുണ്ട്? ദൈവമുണ്ട്. നമ്മോട് കൂടെ ആരുണ്ട്?
ദൈവമുണ്ട്. നമ്മോട് കൂടെ തന്നെ നിങ്ങളെ ഉള്ളിൽ തന്നെ തട്ടുന്ന രീതിയിൽ പറയാം, എന്നോടുകൂടെ പിതാവായ ദൈവം ഉണ്ട്, പുത്രനായ ക്രിസ്തു ഉണ്ട്. എന്നോടുകൂടെ ദൈവമുള്ളത് കൊണ്ട് എനിക്കൊരു ആപത്തും അനർത്ഥവും ഉണ്ടാകില്ല. വായ തുറന്ന് പറ, എന്നോടുകൂടെ ദൈവമുള്ളത് കൊണ്ട് എനിക്ക് ദൈവം അറിയാതെ ഒരു പ്രതികൂലങ്ങളും വരികയില്ല. എൻ്റെ തലയിലെ രോമമെല്ലാം എണ്ണിയിരിക്കുന്നു, അതുപോലും ദൈവമറിയാതെ കൊഴിഞ്ഞു പോവുകയില്ല. എൻ്റെ കുടുംബം, എൻ്റെ വ്യക്തിപരമായ ജീവിതം, എൻ്റെ ശുശ്രൂഷയോടൊപ്പം ദൈവമുള്ളതുകൊണ്ട് എനിക്കൊരനർത്ഥവും ഭവിക്കുകയില്ല. എൻ്റെ വശത്ത് 1000 പേർ വീണാലും എൻ്റെ വലതുവശത്ത് 10,000 പേർ വീണാലും എനിക്കൊരനർത്ഥവും ഭവിക്കുകയില്ല. കാരണം എന്താണ്? ദൈവം എന്നോടുകൂടെ ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ആദ്യം ബോൾഡാവണം. നിങ്ങളോട് ആരുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണം, ദൈവമുണ്ടെന്ന് മനസ്സിലാവണം. ഇന്ന് പകൽക്കാലം കർത്താവ് അതിനു വേണ്ടി നിങ്ങളോട് സംസാരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം. അനന്തരം യഹോവയുടെ ഒരു ദൂതൻ വന്ന് ഒഫ്രയിൽ അബ്രേസ്യ യോവാസിൻ്റെ കരുവേലത്തിൽ കീഴിൽ ഇരുന്നു. അവൻ്റെ മകനായ ഗിദെയോൻ ഗോതമ്പ് മിദ്യാനുടെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന് മുന്തിരിച്ചക്കിനരികെ വെച്ച് മെതിക്കുകയായിരുന്നു. യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. ഗിദെയോൻ അവനോട്, അയ്യോ യജമാനെ, യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെയും ഭവിക്കുന്നതെന്ത്? യഹോവ നമ്മെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മോട് അറിയിച്ചിട്ടുള്ള അവൻ്റെ അത്ഭുതങ്ങളൊക്കെയും എവിടെ? ഇപ്പോൾ യഹോവ നമ്മെ ഉപേക്ഷിച്ചു മിദ്യാനയുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ അവനെ നോക്കി, നിന്റെ ഈ ബലത്തോടെ പോവുക, നീ ഇസ്രായേലിനെ മിദ്യാന്മാരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും, ഞാനല്ലോ നിന്നെ അയക്കുന്നത് എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇതിനകത്ത് ഒരു ഗിദെയോൻ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ആ ഗിദെയോൻ എന്ന് പറയുന്ന വ്യക്തി മിസ്രൈമ്യർ, മിദ്യാന്യർ അവരുടെ ഗോതമ്പ് അല്ലെങ്കിൽ അവരുടെ വിളവ് ലഭിക്കുന്ന സമയത്ത്, ഇസ്രായേൽ ജനത്തിൻ്റെ വിളവ് ലഭിക്കുന്ന സമയത്ത് മിദ്യാന്യർ എന്ന് പറയുന്ന അവരുടെ ശത്രു അവരുടെ ഇടയിലേക്ക് കടന്നു വരികയും ആ ഗോതമ്പിനെ പൂർണ്ണമായും അവരുടെ നന്മയെ പൂർണ്ണമായും തട്ടിക്കൊണ്ടു പോവുകയും യുദ്ധം ചെയ്ത് അല്ലെങ്കിൽ അവരെ അടിച്ച് അവരെ തകർത്ത് അവരുടെ നന്മയെ തകർത്ത് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൻ്റെ കീഴിലാണ് ആയിരിക്കുന്നത്. ആ സാഹചര്യം ആയതുകൊണ്ട് തന്നെ മിദ്യാന്യരെ പേടിച്ച് ഗിദെയോൻ ചെയ്യുന്നത്, താൻ മുന്തിരിച്ചക്ക്, അതായത് മുന്തിരിയിൽ നിന്ന് വീഞ്ഞെടുക്കേണ്ട ചക്കിനകത്ത് വെച്ച് എന്ത് ചെയ്യാണ്? താൻ ഗോതമ്പ് മതിക്കുകയാണ്. ഗോതമ്പ് അവിടെ ഇട്ട് മതിച്ചാൽ മിദ്യാന്യർ കാണുകയില്ല. അതുകൊണ്ട് രഹസ്യമായി ഭയത്തോടെ ഏത് നിമിഷവും ആര് വരും? മിദ്യാന്യർ വരും. അതിനു മുന്നേ എന്ത് ചെയ്യണം? ഈ ഗോതമ്പെല്ലാം മതിച്ച് അവൻ ആവശ്യമുള്ള, ഈ വർഷത്തേക്ക് ആവശ്യമുള്ള നന്മയെ സ്വീകരിക്കണമെന്ന് ആഗ്രഹിച്ച് ഭയത്തോടെ ആയിരിക്കുന്ന സമയത്ത് അവിടെ ആര് വരികയാണ്? ദൈവത്തിൻ്റെ ദൂതൻ വരികയാണ്. ദൈവത്തിൻ്റെ ദൂതൻ അവനോട് വന്നിട്ട്, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൂതനോട് നമുക്ക് ചോദിക്കാം, അല്ലേ, എന്താ ദൂതൻ ഇങ്ങനെ തെറ്റിച്ച് വിളിക്കുന്നത്? ഇങ്ങനെ ഭയത്തും വിറയലോടെ ഇരിക്കുന്ന വ്യക്തിയുടെ അടുക്കൽ വന്നിട്ടാണോ പരാക്രമശാലിയെ എന്ന് വിളിക്കുന്നത് എന്ന് ചോദിച്ചാൽ ദൂതൻ പറയും, എനിക്ക് തെറ്റിയിട്ടൊന്നുമില്ല, എൻ്റെ ഉള്ളിലുള്ള ഭയം ഇന്നെടുത്ത് മാറ്റിയിട്ട് തന്നെ ഞാൻ പരാക്രമശാലിയാക്കുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. ദൈവം അവനോടുകൂടെ ചേരുവാൻ പോകുന്നൊരു സീസണിലാണ് അവൻ കാണുന്നത്. നിങ്ങളൊരു ഭയത്തിലോ നിങ്ങളൊരു എന്താ പറയുക, നാളത്തെക്കുറിച്ചുള്ള ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയിലോ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചോ നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ചോ വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ചോ നിങ്ങളുടെ ഭാവിയെക്കുറിച്ചോ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വന്ന രോഗങ്ങളെക്കുറിച്ചോ ഭയത്തിലോ, അല്ലെങ്കിൽ നിങ്ങൾ എന്താകുമെന്ന് ചോദിക്കുന്ന ചോദ്യത്തിനകത്തിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഞാൻ ഉറപ്പായും പറയാം, ദൈവം നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ നീ അതിനെ ജയിച്ചിരിക്കും. ഹല്ലേലൂയ. അത് എത്ര കൊടിയ പൈശാചിക സാന്നിധ്യങ്ങളെന്ന് പറഞ്ഞാലും, എത്ര വലിയ രോഗമെന്ന് പറഞ്ഞാലും, എന്ത് വലിയ പ്രതികൂലങ്ങൾ, എന്ത് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാലും, നിന്നെ ആരും സഹായിക്കാനില്ല എങ്കിലും ദൈവം നിന്നോടുകൂടെ ഉണ്ടെങ്കിൽ അതിനകത്ത് നീ ജയം പ്രാപിച്ചിരിക്കും. ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? വിശ്വാസമുള്ളവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ.
ആ ദൈവം നിന്നോട് കൂടെ ഉണ്ട് എന്ന് നീ ഇന്ന് തിരിച്ചറിയണം. അതിനകത്ത് തുടർന്നുള്ള താഴോട്ട് വായിക്കുമ്പോൾ ഗിദെയോൻ്റെ അടുക്കലേക്ക് വന്ന ദൈവദൂതൻ അല്ലെങ്കിൽ ദൈവം ഗിദെയോൻ്റെ അടുക്കലേക്ക് വന്ന പരാക്രമശാലിയെ എന്ന് വിളിക്കുന്ന സമയത്ത് തന്നെ ഗിദെയോൻ അവനോട് പറയുകയാണ്, അയ്യോ യജമാനെ, യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ, അതായത് ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ഇതൊക്കെ എങ്ങനെ ഭവിക്കുന്നു എന്ന് ചോദിച്ചു. ഭവിക്കുന്നത് എങ്ങനെ എന്ത് യഹോവ നമ്മെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മോട് അറിയിച്ചിട്ടുള്ള അവൻ്റെ അത്ഭുതങ്ങളൊക്കെയും എവിടെ? ഇപ്പോൾ യഹോവ നമ്മെ ഉപേക്ഷിച്ചു മിദ്യാനയുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഗിദെയോൻ്റെ മുൻ തലമുറ യഹോവയായ ദൈവത്തിൻ്റെ കരത്തിലൂടെ മിസ്രൈമിൽ നിന്ന് വന്ന ചരിത്രമെല്ലാം ആർക്കറിയാം? ഗിദെയോനറിയാം. ഒന്നുമില്ലായ്മ കിടന്ന 400 വർഷത്തോളം പ്രവാസിയായി കിടന്ന അല്ലെങ്കിൽ അടിമ മുഖത്തിൽ കിടന്ന ജനത്തെ മോശെ എന്ന പ്രവാചകനിലൂടെ യഹോവയായ ദൈവം നടത്തിക്കൊണ്ടുവന്നതും ആ മോശയുടെ മുന്നേ അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തിൻ്റെ മുന്നേ നിന്ന ഇസ്രായേൽ ജനത്തിൻ്റെ മുന്നേ നിന്ന ശത്രുവിനെ യഹോവയായ ദൈവം തീഷ്ണതയോടെ തകർത്ത് കളഞ്ഞതും അവരെ കാനാൻ ദേശത്തിൽ അവർക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ദേശത്തിനകത്ത് അവരെ കൊണ്ടുവന്നതും ആർക്കറിയാം? ഗിദെയോനറിയാം. അത്ഭുതങ്ങളിലൂടെ, അടയാളങ്ങളിലൂടെ, വീരപ്രവൃത്തികളിലൂടെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ആ കൊണ്ടുവന്ന ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ എന്തിനു നമ്മളിപ്പോൾ ഭയപ്പെടുന്നു? എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിനകത്ത് ഈ കഷ്ടം വരുന്നു? എന്തുകൊണ്ട് ഈ പ്രതികൂലത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു? ഇതാണ് ഗിദെയോൻ്റെ ചോദ്യം. ഹല്ലേലൂയ. ദൈവമുള്ളവന് പ്രതികൂലം വരുമോ? 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 വരും. ഹല്ലേലൂയ. ആര് പറഞ്ഞു വരുമെന്ന്? ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവമുള്ളവന് പ്രതികൂലം വരുമോ? ഇനി മിണ്ടൂല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ പറയുന്ന ദൈവമുള്ളവന് മറ്റുള്ളവരെക്കാൾ ഒരു പടി കൂടെ പ്രതികൂലം വരും. പക്ഷെ അവൻ തകർന്നു പോകില്ല. നീതിമാൻ നശിച്ചു പോകുവാൻ ദൈവം വിട്ടുകൊടുക്കില്ല. ഹല്ലേലൂയ. ദൈവത്തെ ആരാധിക്കുന്നവൻ്റെ ഭവനത്തിൽ പ്രതികൂലങ്ങൾ ആഞ്ഞടിക്കുന്നത് പോലെ തോന്നും. ഈശാനമൂല കാറ്റടിച്ച് തകർന്ന് തരിപ്പണമായതുപോലെ തോന്നും. പക്ഷെ അതിനകത്തും അവൻ പറന്നുയരുന്ന് പുറത്തു വരും. ഹല്ലേലൂയ. അവൻ്റെ ജീവിതത്തെ തകർക്കുവാൻ ശത്രു പല കെണികളും ഒരുക്കും. മനുഷ്യരിലൂടെ കെണിയൊരുക്കും, മതത്തിലൂടെ കെണിയൊരുക്കും, പല രീതിയിൽ എങ്ങനെയൊക്കെ അവനെ കെണിയൊരുക്കാൻ പറ്റുമോ അതെല്ലാം അവൻ ചെയ്തുകൊണ്ടേയിരിക്കും. അവൻ അലറുന്ന സിംഹം പോലെ ആരെ തകർക്കേണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നുവെന്ന് തിരുവചനം പറയുന്നു. പക്ഷെ അവൻ അലറുന്ന സിംഹം പോലെ നടന്നാലും നമുക്ക് വേണ്ടി ഉറങ്ങാതെ മയങ്ങാതെ നിൽക്കുന്ന ദൈവമുള്ളത് കൊണ്ട് നമ്മൾ തകർന്നു പോവുകയില്ല. ഹല്ലേലൂയ. അപ്പോൾ ഗിദെയോൻ്റെ ചോദ്യം മനസ്സിലായല്ലോ. ഗിദെയോൻ്റെ ഇതേ ചോദ്യം നമ്മളും പലപ്പോഴും ചോദിച്ചിട്ടില്ലേ? ദൈവത്തെ നമ്മൾ ഇത്ര ആരാധിച്ചിട്ട് എന്തുകൊണ്ട് നമുക്ക് മറുപടി കിട്ടുന്നില്ല? ദൈവത്തിന് വേണ്ടി ഇത്രയൊക്കെ കൊടുത്തിട്ട് അല്ലെങ്കിൽ ആരാധനയ്ക്ക് ഇത്രയൊക്കെ കൊടുത്തിട്ട് എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിനകത്ത് മാറ്റം ഉണ്ടാകുന്നില്ല? എന്തുകൊണ്ട് ദൈവം നമ്മെ കൈവിട്ടത് കൊണ്ടാണോ അതോ നമ്മുടെ ആരാധനയുടെ കുറവ് കൊണ്ടാണോ? എന്തൊക്കെയാണെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടല്ലേ? ഹല്ലേലൂയ. നമ്മൾ 1-2 ദിവസം ചിന്തിച്ചിട്ട് ആ വിഷയമേ നമ്മളങ്ങ് മറക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ചിന്തിച്ച വിഷയങ്ങൾ ഈ നാളുകൾ നടന്നു കാണും. ഹല്ലേലൂയ. അന്ന് നിങ്ങൾ ചിന്തിച്ചപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ ആ വിഷയം നടന്നിട്ടില്ല എങ്കിലും നിങ്ങൾ അതേ അവസ്ഥയിൽ നിന്നുകൊണ്ട് യഥാർത്ഥമായി അന്ന് ദൈവത്തെ ആരാധിച്ചതുപോലെ അല്ലെങ്കിൽ ഒരു പടി കൂടെ കയറി നിങ്ങൾ ദൈവത്തെ ആരാധിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്നോടുകൂടെ ഉണ്ട് എന്ന് മനസ്സിലാക്കി ആരാധിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ഞാൻ വിളിച്ചു പറയുന്നു, നിൻ്റെ ജീവിതത്തിനകത്ത് ആ മറുപടി ലഭിച്ചു കാണും. ഹല്ലേലൂയ. നിനക്ക് പോലും അത് മനസ്സിലായി കാണില്ല, ചിലപ്പോൾ നീ അത് മറന്നു കാണും. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിനകത്ത് ഒരുപാട് കാര്യങ്ങൾ എനിക്കിങ്ങനെ പറയാൻ കഴിയും. ഹല്ലേലൂയ. ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമില്ല എന്ന് ആരും പഠിച്ചു വയ്ക്കരുത്. ദൈവം നമുക്കോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് പ്രതികൂലമില്ലെന്ന് ആരും പഠിച്ച് വയ്ക്കരുത്. പക്ഷെ പ്രശ്നം വന്നാലും പ്രതികൂലം വന്നാലും പലരും നശിച്ചു പോകുന്നിടത്ത് നമ്മൾ നിലനിന്ന് പോകും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ, ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമ്മെ തകർക്കുവാൻ ശത്രുവിനെ കഴിയുകയില്ല. തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിക്ക് കരം കൊടുത്തിട്ട് പറ, നമ്മെ തകർക്കുവാൻ ആർക്ക് കഴിയില്ല? ശത്രുവിന് കഴിയുകയില്ല. ഇന്ന് മുതൽ നീ ഭയപ്പെടരുത്. ഹല്ലേലൂയ. ഇന്ന് മുതൽ നീ ഭയപ്പെടരുത്. എന്തോ പ്രതികൂലം നിൻ്റെ മുന്നേ ഉണ്ടെങ്കിലും ആ പ്രതികൂലത്തെ നോക്കി പറയണം, പ്രതികൂലമേ നിന്നെക്കാളും വലിയൊരു ദൈവം എന്നോട് കൂടെ ഉണ്ട്. ഹല്ലേലൂയ. പറയുമോ? പ്രതികൂലം നിൻ്റെ മുന്നേ ഉണ്ടെങ്കിലും ആ പ്രതികൂലത്തെ നോക്കി പറയണം, പ്രതികൂലമേ നിന്നെക്കാളും വലിയൊരു ദൈവം എന്നോട് കൂടെ ഉണ്ട്. ഹല്ലേലൂയ. പറയുമോ? പ്രതികൂലം നിൻ്റെ മുന്നേ ഉണ്ടെങ്കിലും ആ പ്രതികൂലത്തെ നോക്കി പറയണം, പ്രതികൂലമേ നിന്നെക്കാളും വലിയൊരു ദൈവം എന്നോട് കൂടെ ഉണ്ട്. ഹല്ലേലൂയ.
നീ അങ്ങനെ പറഞ്ഞത് തന്നെ മനസ്സിലാക്കിയാൽ ആ പ്രതികൂലം നിൻ്റെ മുന്നിൽ നിന്ന് മല നീങ്ങിപ്പോകുന്നത് പോലെ നിൻ്റെ മുന്നിൽ നിന്ന് അപ്രത്യക്ഷമായി പോകും. ഹല്ലേലൂയ. കാരണം നമ്മുടെ ജീവിതത്തിനകത്ത്, ക്രിസ്തീയ ലൈഫിനകത്ത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്ന് പറയുന്ന നമ്മളാണ് ഏറ്റവും കൂടുതൽ ദൈവത്തെ പിറുവിറുക്കുന്നത്. ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്ന് പറയുന്ന നമ്മളാണ് ഏറ്റവും കൂടുതൽ മറ്റുള്ളവരോട് നെഗറ്റീവ് വാക്കുകൾ പറയുന്നത്. ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്ന് പറയുന്ന അല്ലെങ്കിൽ വിശ്വസിക്കുന്ന നമ്മളാണ് പലപ്പോഴും ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോകുന്നത്. ഹല്ലേലൂയ. യഥാർത്ഥത്തിൽ ദൈവമുണ്ടെന്ന് പറയുന്ന നമ്മൾ എന്ത് ചെയ്യും? ദൈവത്തിൽ നിന്ന് അകലും. അതേപോലെ ദൈവമുണ്ടെന്ന് പറയുന്ന നമ്മൾ ദൈവത്തെ ആരാധിക്കില്ല. ആരാധന കൊടുത്താലേ ദൈവത്തിൽ നിന്ന് പ്രവൃത്തി വെളിപ്പെടുമെന്ന് നമുക്ക് അറിയില്ല, അല്ലെങ്കിൽ അറിഞ്ഞിട്ട് നമ്മൾ മൗനമായി ഇരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവമുണ്ടെന്ന് ആദ്യം തിരിച്ചറിയുക. ദൈവമുണ്ടെന്ന് മനസ്സിലായാൽ ദൈവം കഴിഞ്ഞ നാളുകൾ നടത്തിയ വിധങ്ങൾ, അത്ഭുതങ്ങളെ നിങ്ങൾ മറക്കാതിരിക്കണം. ഗിദെയോൻ ഇത്രയും പ്രതികൂലങ്ങളായിട്ടും ഇത്രയും പ്രയാസമായിട്ടും ഇത്രയും തകർച്ച വന്നിട്ടും ഗിദെയോൻ്റെ ഉള്ളിൽ ഒരു ചിന്തയുണ്ടായിരുന്നു. എന്ത് ചിന്തയാണ്? കഴിഞ്ഞ നാൾ അബ്രഹാമിനെ നടത്തിയ, ഇസഹാക്കിനെ നടത്തിയ, മിസ്രൈമിനെ മോശയിലൂടെ നടത്തിയ ദൈവം, അത്ഭുതം ചെയ്ത ദൈവം ഉണ്ടതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ഇതിനകത്തൊരു മറുപടി ഉണ്ടെന്ന് ആർക്കുണ്ടായിരുന്നു? ഗിദെയോനുണ്ടായിരുന്നു. വെറുതെ ഒരു വ്യക്തിയുടെ അടുത്തല്ല ദൈവദൂതൻ വന്നത്. എപ്പോഴും പെറുപുറത്തുകൊണ്ടിരിക്കുന്ന, എപ്പോഴും മൂക്കൊലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, എപ്പോഴും കരഞ്ഞ് അയ്യോ ഇതൊന്നും നടക്കില്ല, ദൈവമില്ല എന്ന് പറയുന്ന ഒരുവൻ്റെ അടുക്കലേക്കല്ല ആര് വന്നത്? ദൈവദൂതൻ വന്നത്. ദൈവദൂതൻ വന്നത് യഥാർത്ഥത്തിൽ ഉള്ളിൽ തന്നെ തൻ്റെ പിതാക്കന്മാരെ നടത്തിയ ദൈവത്തിന് സ്തുതി പറയുന്നവൻ്റെ അടുത്താണ്. പക്ഷെ അന്നത്തെ സാഹചര്യത്തിൽ അവൻ ഭയപ്പെട്ടു. ഹല്ലേലൂയ. ഗിദെയോന് മനുഷ്യനാണ്, നമ്മൾ ഭയപ്പെടില്ലേ? ആ സാഹചര്യത്തിൽ അവൻ എന്ത് ചെയ്തു? ഭയപ്പെട്ടു. മിദ്യാനരെ പേടിച്ച് മുന്തിരിച്ചക്കിൽ കൊണ്ടുവച്ച് ഗോതമ്പ് മെതിക്കേണ്ട അവസ്ഥയിലേക്ക് താൻ പോയി. പക്ഷെ തൻ്റെ ജീവിതത്തിനകത്ത് തനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു ദൈവം ഒരു ദിവസം ഇടപെടും. ഹല്ലേലൂയ. 400 വർഷം 4 തലമുറ പ്രശ്നത്തിലും പ്രതികൂലത്തിലും കിടന്നെടുത്ത് ഒരു നിമിഷം കൊണ്ട് ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. ദൈവം അവരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ അവരെ നടത്തുവാൻ മോശ എന്ന് പറയുന്ന ഒരു വ്യക്തി എഴുന്നേൽറ്റപ്പോൾ ആ നിമിഷം തങ്ങളെ കെട്ടിയിരുന്ന ചങ്ങലകളെ പൊട്ടിച്ചുകൊണ്ട് പുറത്ത് വന്നതുപോലെ മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന ഒരു വ്യക്തിയെ ദൈവം എഴുന്നേൽപ്പിക്കുമെന്ന് ഗിദെയോന് നന്നായിട്ട് അറിയാമായിരുന്നു. പക്ഷേ ഗിദെയോന് ഒരു കാര്യം അറിയില്ലായിരുന്നു, അത് ഞാൻ തന്നെ എന്ന് ആർക്കറിയില്ലായിരുന്നു? ഗിദെയോന് അറിയില്ലായിരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ ഭവനത്തിനകത്ത്, നിങ്ങളുടെ കുടുംബത്തിനകത്ത്, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിനകത്ത്, സഭയുടെ അകത്ത്, നിങ്ങളുടെ ദേശത്തിനകത്ത് ഒരു വിടുതൽ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുകയും കഴിഞ്ഞ നാളിൽ ഞങ്ങൾക്ക് വേണ്ടി വിടുതൽ നൽകിയ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി വേണമെന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായും നിങ്ങളോട് വിളിച്ചു പറയുന്നു, നീയാണ് ആ പ്രവൃത്തിക്ക് കാരണക്കാരനായി ദൈവം കണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നിനക്ക് ആ വാഞ്ച, അതുകൊണ്ടാണ് നിനക്ക് ആ ദൈവവുമായുള്ള സ്നേഹം. ഇത്രയും പ്രതികൂലങ്ങൾ വന്നിട്ടും നീ ദൈവത്തിൽ നിന്ന് അകന്നു പോകാത്തത്, വീണ്ടും വീണ്ടും ദൈവത്തെ ആരാധിക്കുന്നത്, വീണ്ടും വീണ്ടും ദൈവസന്നിധിയിൽ കൊടുക്കുന്നത്, നീ വീണ്ടും വീണ്ടും ദൈവത്തിന് വേണ്ടി നിൽക്കുന്നതിന് കാരണം നിൻ്റെ ഉള്ളിൽ ഒരു എരിവുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ എന്നെ സഹായിച്ച, എന്നെ നടത്തിയ ദൈവം എന്നെ നടത്തുമെന്നുള്ള ഒരു ഉറപ്പുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ ഒരു ഉറപ്പുള്ളവർ ഹല്ലേലൂയ പറഞ്ഞട്ടെ. ആ ഉറപ്പുള്ളവനാണെങ്കിൽ ഉറപ്പായും ഞാൻ വിശ്വസിക്കുന്നു നിൻ്റെ അടുക്കലും ദൈവം ദൂതനയക്കും. നിന്നെയും നാളുകൾ കർത്താവ് അപ്പോയിൻ്റ് ചെയ്യും. കാരണം നിനക്ക് മാത്രമല്ല ദൈവത്തിന് വിടുതൽ നൽകുവാൻ കഴിയുന്നത്, നിന്നിലൂടെ അനേക ആയിരങ്ങൾക്ക് വിടുതൽ നൽകുവാൻ, അനേക ആയിരങ്ങളെ കർത്താവിന് വേണ്ടി നേടുവാൻ, അനേക ആയിരങ്ങളെ ഉണർവിന് വേണ്ടി നടത്തുവാൻ ഇതിനകത്തിരിക്കുന്ന ചിലരെയും കർത്താവ് സെലക്ട് ചെയ്യും. ഹല്ലേലൂയ. ദൈവം നിന്നെ നടത്തിയ വിധങ്ങളെ ഒരിക്കലും മറക്കരുത്. ദൈവം നടത്തിയ വിധങ്ങളെ നീ ഒരു കാരണവശാലും മറക്കരുത്. ആ നടത്തിയ വിധങ്ങളെ ഓർത്ത് ദിനവും നീ സ്തോത്രം ചെയ്യുന്നവനായി തീരണം. ആ ദൈവത്തോടൊപ്പം ചേർന്ന് നീ ജീവിക്കണം. ഹല്ലേലൂയ. അതിനേക്കാൾ ഇരട്ടി പ്രതികൂലങ്ങൾ വന്നാലും, അതിനെക്കാട്ടും ഇരട്ടി പ്രയാസങ്ങൾ വന്നാലും നീ തകർന്നു പോകരുത്. ഞാൻ കഴിഞ്ഞ നാളിലൊക്കെ പറഞ്ഞതാണെന്ന് തോന്നുന്നു. എൻ്റെ ജീവിതത്തിനകത്ത് 6 മുഴ കഴുത്തിൽ വന്ന് നിവർന്ന് നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ വ്യക്തിയാണ്. ഇന്നും എൻ്റെ അടുത്ത് എന്തെങ്കിലും രോഗം വന്നാൽ, എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഞാനൊരു കണ്ണാടിയുടെ അടുത്ത് പോയി നിന്നിട്ട് ആ കണ്ണാടിയിൽ നോക്കി, റെമോ നോക്കുന്ന കണ്ണാടിയിൽ നോക്കിയിട്ട് ഫുള്ളായിട്ട് എന്നെ കാണാൻ പറ്റുന്ന ഗ്ലാസ്സിനടുത്ത് ചെന്ന് നിന്നിട്ട് അവിടെ നിന്നുകൊണ്ട് പറയും, ഇതിനെക്കാട്ടും വലുത് ആര് മാറ്റി? ദൈവം മാറ്റി. എന്നിട്ടാണ് ഈ ചെറുത്. ഹല്ലേലൂയ. ദൈവം നമുക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ദൈവത്തോട് ചേർന്ന് എന്ത് ചെയ്യണം? നിൽക്കണം. ഹല്ലേലൂയ. നിങ്ങളുടെ മേൽ കിടക്കുന്ന ശുശ്രൂഷ, നിങ്ങളുടെ മേൽ കിടക്കുന്ന ദൈവവിളി, നിങ്ങൾ ആരെന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് ദൈവം ചെയ്യുന്നത്. ഗിദെയോൻ്റെ അടുക്കലേക്കും
ഗിദെയോന്റെ അടുക്കലേക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ ദൂതൻ ഇറങ്ങിയത് എന്തുകൊണ്ടാണ്? താൻ ഇങ്ങനെ ഒളിച്ചു നിൽക്കുവാനുള്ളവനല്ല. ഹല്ലേലൂയ. താൻ ഭയപ്പെട്ട് മാറി നിൽക്കുവാനല്ല, ഒരു ജനത്തിൻ്റെ വിടുതലിന് വേണ്ടി മുന്നോട്ട് വരേണ്ടവനാണ്. നിന്നെ ദൈവം വിടുവിക്കുന്ന എന്തിനാണ്? ദൈവം വന്ന് നിന്നോട് കൂടെ പരാക്രമശാലി എന്ന് വിളിക്കുന്ന എന്തിനാണ്? ദൈവം നിന്നോട് കൂടെ നിൽക്കുന്നത് എന്തിനാണ്? നിന്നെ ദൈവത്തിന് ഉപയോഗിക്കാനാണ്. നിന്റെ സ്വയം ഉപയോഗത്തിനല്ല, പൊതുപ്രയോജനത്തിനാണ് നിന്നെ വിളിച്ചിരിക്കുന്നത്. ആ വിളി മനസ്സിലാക്കി ദൈവം നിങ്ങളെ നട്ടടിക്കുന്നിടത്ത് ഉറച്ചു നിൽക്കുമ്പോൾ ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടും. നിങ്ങൾ പൂർണ്ണ വിടുതലുള്ളവരായി, പൂർണ്ണ സന്തോഷത്തോടെ, പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ നിങ്ങൾക്ക് നടക്കുവാൻ കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യം. മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യം. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കും. ഹല്ലേലൂയ. ദൈവം നമ്മോടുകൂടെ എന്നുള്ള പേരിൻ്റെ പേരാണ് ഇമ്മാനുവേൽ. യേശുവിൻ്റെ ഒരു പേരാണ് ഇമ്മാനുവേൽ. കാരണം കന്യകയായിരുന്ന മറിയയുടെ അടുക്കലേക്ക് ദൂതൻ ഇറങ്ങി വന്ന് താൻ പുരുഷനെ അറിയുന്നതിന് മുന്നേ ഒരു ശിശുവിന് ജനനം കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ മറിയ തിരിച്ചു ചോദിക്കുന്നത് എങ്ങനെ സാധിക്കുമെന്ന് ചോദിച്ചപ്പോൾ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ നിഴലിടും, നീ ഒരു കുഞ്ഞിനെ ജന്മം നൽകും എന്ന് പറഞ്ഞതിന് ശേഷം ഇത് തന്നെ വിവാഹം കഴിക്കുവാൻ നിന്ന ജോസഫ് പറഞ്ഞ സമയത്ത് താൻ ഗൂഢമായി അവളെ ഉപേക്ഷിക്കണമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് ദൂതൻ യോസഫിൻ്റെ അടുക്കൽ വന്ന് സ്വപ്നത്തിൽ സംസാരിക്കുന്ന വിഷയമാണിത്. അതിൻ്റെ 20-ാം വാക്യം ഇങ്ങനെ പറയുന്നു: ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിൻ്റെ മകനായ യോസഫെ, നിന്റെ ഭാര്യയായ മറിയയെ ചേർത്തുകൊള്ളുവിൻ, ശങ്കിക്കേണ്ട, അവളിൽ ഉൽപ്പാദമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു, അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞു. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവനെ ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. ഹല്ലേലൂയ. യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഏറ്റവും ആഗ്രഹമാണ് മനുഷ്യനോടൊപ്പം ചേർന്ന് നടക്കുക. ആദാമെന്ന വ്യക്തിയെ സൃഷ്ടിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ മകനായി സൃഷ്ടിച്ചുവെന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. ലൂക്കോസ് ചെയ്ത സുവിശേഷത്തിനകത്ത് യേശുവിനെ കുറിച്ചുള്ള പാരമ്പര്യത്തെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ ആദാം ദൈവത്തിൻ്റെ മകൻ എന്ന് പറഞ്ഞാണ് ആ സ്റ്റോപ്പ് നിർത്തുന്നത്. ആദാമിനെ സൃഷ്ടിക്കുന്ന സമയത്തും ദൈവം പറയുന്നൊരു വാക്കാണ്, നാം നമ്മുടെ സ്വരൂപത്തിൽ ആരെ സൃഷ്ടിക്കുക? മനുഷ്യനെ സൃഷ്ടിക്കുക. മനുഷ്യനെ സൃഷ്ടിച്ച ശേഷം ആദാമിനോട് കൂടെ ദൈവം സഞ്ചരിച്ചു. ദൈവത്തിനോടൊപ്പം ആദാം വസിച്ചു, ആദാമിനോടൊപ്പം ദൈവവും ഇരുന്നു. കാരണം വൈകുന്നേര സമയത്ത് എന്നും ആദാമിൻ്റെ അടുക്കലേക്ക് ആരിറങ്ങി വരുമായിരുന്നു? ദൈവം ഇറങ്ങി വരുമായിരുന്നു. ആദാം ഏത് ദിവസം വരെ പാപം ചെയ്തോ, ഏത് ദിവസമാണോ പാപം ചെയ്തത് അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് വിശുദ്ധിയിൽ നിന്ന് അകന്നത് എന്നാണ് തൻ്റെ ആത്മീക മരണം സംഭവിക്കുന്നത്, അതുവരെ ആരുമായി കൂട്ടായ്മ ഉണ്ടായിരുന്നു? ദൈവവുമായുള്ള കൂട്ടായ്മ ആദാം വിട്ട് പിരിഞ്ഞില്ല, ദൈവവും ആദാമിനെ വിട്ട് പിരിഞ്ഞില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? ആദാമിൻ്റെ കൂടെ ഇരുന്ന ദൈവത്തിന് വീണ്ടും മനുഷ്യനോടുകൂടെ ഇരിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹത്തിൻ്റെ പുറത്താണ് പിന്നീട് നടക്കുന്ന ഓരോ കാര്യങ്ങളും നടക്കുന്നത്. നോഹയെ വിളിക്കുന്നതും അന്നത്തെ ജനം നശിച്ചു പോകുന്നതും, അത് കഴിഞ്ഞ് നോഹയിൽ നിന്ന് അടുത്ത തലമുറ വരുമ്പോൾ മോശ എന്ന് പറയുന്ന വ്യക്തിയെ വിളിക്കുന്നതും, മോശയെ വിളിച്ച് മിസ്രൈമിൽ കിടന്ന ജനത്തെ നയിച്ചു കൊണ്ടുവരുമ്പോൾ അവരുടെ ഇടയിൽ സമാപന കൂടാരം എന്ന് പറയുന്ന കൂടാരമടിച്ച് അതിനകത്ത് ദൈവപ്രസൻസ് ഇറങ്ങി വന്നു. ഹല്ലേലൂയ. ആദ്യം ആദാമിനോട് നടന്ന ദൈവം പിന്നീട് ഇസ്രായേൽ ജനത്തിൻ്റെ കൂടെ, തൻ്റെ ജനമെന്ന് പറഞ്ഞ തൻ്റെ മക്കളെന്ന് താൻ മാറ്റിയെടുത്ത ഒരു കൂട്ടം ജനത്തിൻ്റെ മടയിൽ വാസം ചെയ്യുവാൻ ആഗ്രഹിച്ചു. ആ വാസം ചെയ്യാൻ ആഗ്രഹിച്ച സമയത്തും അവർ പിറുപിറുത്തു. ദൈവത്തെ യഥാർത്ഥമായി ദൈവത്തെ പിതാവായി കാണാതെ വണ്ണം അവർ യജമാനനെ എന്ന് വിളിക്കുന്ന രീതിയിലേക്ക് പോയി. അവിടെ നിന്ന് തുടർന്നുള്ള ദിവസങ്ങൾ അല്ലെങ്കിൽ തുടർന്നുള്ള ചരിത്രങ്ങൾ നമ്മൾ വായിക്കുകയാണ്, മനസ്സിലാക്കും. ആ ദൈവം അവരോടുകൂടെ നിന്ന് നടക്കണമെന്നൊക്കെ ആഗ്രഹിച്ചപ്പോഴും പലപ്പോഴും അവർ ദൈവത്തിൽ നിന്ന് അകന്നു, ദൈവത്തിൽ നിന്ന് പിന്മാറ്റക്കാരായി മാറി. അത് കഴിഞ്ഞ് മലാഖി പുസ്തകത്തിനകത്ത് നോക്കുമ്പോൾ അതിനകത്ത് കുറച്ച് ദൂരം നോക്കുമ്പോൾ അത് മലാഖി പുസ്തകവും മത്തായി എഴുതിയ സുവിശേഷവുമായി
ബന്ധപ്പെട്ട് അതിനകത്തൊരു പേജുണ്ട്. ആ പേജിൻ്റെ അർത്ഥം 40 വർഷം കഴിഞ്ഞു പോയെന്നാണ്. എത്ര വർഷം? യഹോവയായ ദൈവത്തിന് അല്ലെങ്കിൽ പിതാവായ ദൈവത്തിന് മനുഷ്യനോട് വാസം ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നപ്പോഴും 400 വർഷം താൻ ആരോടും സംസാരിച്ചില്ല. അതിനകത്ത് എഴുതിയിരിക്കുന്നു, ഒരു പ്രവാചകൻ്റെ ശബ്ദം അതിനകത്തുണ്ടായിരുന്നില്ല, ദൈവദൂതന്മാരുമായുള്ള ഒരു ബന്ധം മനുഷ്യനുണ്ടായിരുന്നില്ല, ഒരു രീതിയിലുള്ള ബന്ധവും ഇല്ലാത്തൊരു 400 വർഷം കടന്നുപോയി. ആ 400 വർഷം കടന്നുപോയതിന് ശേഷം അടുത്ത് നമ്മൾ കാണുന്നതാണ് യോഹന്നാൻ സ്നാപകനാനുള്ള ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൻ്റെ പുത്രനെ വഴി ഒരുക്കുവാൻ വേണ്ടി താൻ മരുഭൂമിയിലൂടെ നടക്കുന്നതിൻ്റെ ശബ്ദമാണ് അടുത്ത് കേൾക്കുന്നത്. ആ ശബ്ദത്തിനകത്തുകൂടെ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു നമ്മുടെ മധ്യത്തിൽ ഉരുവായി. ഞാനിപ്പോൾ വായിച്ചു കേട്ടതുപോലെ കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവനെ ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കുമെന്ന് പറഞ്ഞതിന് പ്രകാരം ദൈവം അവരുടെ ഇടയിൽ വാസം ചെയ്യുവാനായി യേശു എന്ന പേരിൽ അതിനകത്ത് ഇറങ്ങി വരികയാണ്. ആ ഇറങ്ങി വന്ന കർത്താവ് തനിക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ തൻ്റെ പിതാവിൻ്റെ ഇഷ്ടപ്രകാരമുള്ള ശുശ്രൂഷ ഇതിനകത്ത് നിവർത്തിച്ചു. ആ ശുശ്രൂഷയുടെ മധ്യത്തിൽ ഏകദേശം 12ഓളം ശിഷ്യന്മാർ, അതിലധികം ശിഷ്യന്മാരുണ്ടായിരുന്നു, 12ഓളം ശിഷ്യന്മാരെ താൻ സെലക്ട് ചെയ്യും. ആ 12ഓളം ശിഷ്യന്മാർക്ക് താൻ പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് അവരോട് പറയുന്ന ഒരു വാക്കാണ്, പ്രാർത്ഥന പഠിപ്പിക്കുന്ന സമയത്ത് അവരോട് പറയുന്ന വാക്കാണ്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് ആരെ വിളിക്കണം? പിതാവായ ദൈവത്തെ വിളിക്കണം. നിങ്ങളെക്കുറിച്ച് എല്ലാം അറിയുള്ളവനാണ്, അതായത് നിങ്ങളോട് കൂടെ വാസം ചെയ്യുന്നവനാണ് പിതാവായ ദൈവം. അതുകൊണ്ട് തന്നെ അടച്ചെന്ത് ചെയ്യണം? നിങ്ങൾ ആ പിതാവിൻ്റെ മുന്നിൽ ചെന്ന് നിങ്ങളുടെ ആവശ്യ കാര്യങ്ങൾ സ്വോത്രമെന്ന ആദരയാഗത്തോടെ പറയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. തുടർന്ന് നടക്കുന്ന 3.5 വർഷത്തെ ശുശ്രൂഷ പൂർണ്ണമായും നമ്മൾ വായിച്ചാൽ, ആത്മാവിൽ വായിച്ചാൽ പൂർണ്ണമായും 3.5 വർഷം പിതാവായ ദൈവം പുത്രനിലൂടെ ആ ലോകത്ത് വാസം ചെയ്തു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് താൻ മടക്ക യാത്രയിൽ തൻ്റെ അവസാന കാലഘട്ടത്തിൽ താൻ പറയുന്നത്, ഞാനും പിതാവും ഒന്നാണെന്ന് പറയുമ്പോൾ തോമസ് എന്ന വ്യക്തി തിരിച്ചു ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ പിതാവിനെ കണ്ടിട്ടില്ല. അപ്പോൾ തോമസിനോട് യേശു പറയുകയാണ്, ഒന്നേ നീ എന്നിലൂടെ നടന്ന പ്രവൃത്തിയെ വിശ്വസിക്കണം, അല്ലെങ്കിൽ എന്നെ വിശ്വസിക്കണം. ഹല്ലേലൂയ. ആ വെളിപ്പാടിലൂടെ നിങ്ങൾ കയറിയാൽ നിങ്ങളുടെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. യഥാർത്ഥത്തിൽ യേശു ഈ ലോകത്തായിരുന്നത് ദൈവം നമ്മോട് കൂടെ ഉള്ള പേരിലാണ്, ഇമ്മാനുവേൽ. പക്ഷേ യഥാർത്ഥമായി പറയുകയാണെങ്കിൽ ആ പേര് എന്ന് ക്ലിയറായെന്ന് ചോദിച്ചാൽ, കർത്താവിൻ്റെ ക്രൂശമരണം കഴിഞ്ഞ് കർത്താവ് ഇവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റു, തന്നെ കാത്തിരുന്ന അല്ലെങ്കിൽ താൻ പറഞ്ഞത് കാത്തിരുന്ന 120 പേരുടെ മേൽ പരിശുദ്ധാത്മാവെന്ന രൂപേണ തൻ്റെ ആത്മാവിനെ അയച്ചു. ഹല്ലേലൂയ. ആദാം മുതൽ അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം വരെ ദൈവം അവരോട് കൂടെ പുറത്തു വസിച്ചെങ്കിൽ, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ, പ്രിയ ജനമേ ഞാനും നിൻ്റെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് വന്നു എന്ന് ദൈവം വാസം ചെയ്യുന്ന കൂടാരമാണ് നാം. ഹല്ലേലൂയ. ദൈവം വാസം ചെയ്യുന്ന മന്ദിരമാണ് നാം. നമ്മോടുകൂടെ ആരുണ്ട്? ദൈവമുണ്ട്. പരിശുദ്ധാത്മാവ് ലഭിച്ച എല്ലാവരുടെ ഉള്ളിൽ ആരുണ്ട്? നമ്മോടുകൂടെ ആണ്. അപ്പം നമ്മളെങ്ങനെ വാസം ചെയ്യണം? നമ്മളെങ്ങനെ നടക്കണം? ദൈവത്തിന് ഇഷ്ടമുള്ളത് മാത്രം ചെയ്ത് ജീവിക്കണം. ഹല്ലേലൂയ. ദൈവത്തെ അറിഞ്ഞ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഒരു മറുപടി ലഭിക്കണമെങ്കിൽ ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളെ നടത്തിയ, നിങ്ങളോടുകൂടെ നിൽക്കുന്ന, നിങ്ങളോട് ആരുണ്ട്? പരിശുദ്ധാത്മാവ് ഉണ്ട്. പരിശുദ്ധാത്മാവാം ദൈവത്തിന് നിങ്ങൾ മുഴുവൻ മഹത്വവും കൊടുക്കണം. നിങ്ങളുടെ രഹസ്യ ജീവിതത്തെയും പരസ്യ ജീവിതത്തെയും ദൈവസന്നിധിയിൽ അർപ്പിക്കണം. ഹല്ലേലൂയ. കാരണം ദൈവം എവിടെയാണ് വാസം ചെയ്യുന്നത്? നിങ്ങളാകുന്ന മൺകൂടാരത്തിനകത്താണ്. നിങ്ങൾ നെഞ്ചിൽ കൈവച്ചിട്ട് പറ, എൻ്റെ ഉള്ളിൽ ആരുണ്ട്? ഉണ്ടോ? ഉറപ്പ് തന്നെ? ഹല്ലേലൂയ. ഈ ഉറപ്പ് പറഞ്ഞവരൊന്ന് ചിന്തിച്ചു നോക്കുക, ആ ദൈവത്തിന് വേണ്ടിയാണോ നമ്മൾ ജീവിക്കുന്നതെന്ന്? നമുക്ക് ഒരുമാതിരി തോന്നുന്നില്ലേ? തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ട്. അതാണ് യഥാർത്ഥം നമ്മൾ കേട്ടാ. നിങ്ങൾ എന്ന് ആ ദൈവത്തിന് വേണ്ടി ജീവിച്ചു തുടങ്ങുന്ന അന്ന് നിങ്ങളെ ദൈവം മാനിച്ചു തുടങ്ങും. ആരോ പറയണം അടുത്ത കാലത്തൊന്നെങ്കിൽ നടക്കൂല. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ആ ദൈവത്തിന് വേണ്ടി നിങ്ങളെ തന്നെ പൂർണ്ണമായും സമർപ്പിക്കണം. ഞാൻ പറയുന്നതിന് കാരണം എനിക്ക് ഒരു യോഗ്യതയില്ലായിരുന്നു പ്രിയമുള്ളവർ. നിങ്ങളെ കാര്യം എനിക്കറിയില്ല. എനിക്ക് ഒരു യോഗ്യതയുമില്ലായിരുന്നു ഈ പരിശുദ്ധാത്മാവ് തൃത്വത്തിൽ മൂന്നാമനാകുന്ന ദൈവം എന്നോടൊപ്പം വന്ന് വാസം ചെയ്യുവാൻ. ഈ മൺകൂടാരത്തിന് ഒരു യോഗ്യതയില്ലായിരുന്നു. എൻ്റെ യോഗ്യത കേട്ടാൽ ദൈവം തിരിഞ്ഞ് മാറിപ്പോകേ. അത്രത്തോളം നല്ല പയ്യനായിരുന്നതാണ് ഞാൻ. ആ എന്നെ കർത്താവ് ഇത്രത്തോളം മാനിച്ച് തന്നെ ത്യജിച്ച് 2026 വർഷത്തിന് മുന്നേ തൻ്റെ പുത്രനെ എനിക്ക് വേണ്ടി തന്ന് ആ രക്തത്താൽ എൻ്റെ പാപത്തെ കഴുകി തന്നെ പൂർണ്ണമായും എൻ്റെ ഉള്ളിൽ വന്ന് വാസം ചെയ്തുവെങ്കിൽ ആ ദൈവത്തിനെ എങ്ങനെ ഞാൻ ആരാധിക്കാതിരിക്കും? ഹല്ലേലൂയ. ആ ദൈവത്തിനെ എങ്ങനെ ഞാൻ സ്തുതിക്കാതിരിക്കും? ആ ദൈവത്തിന് വേണ്ടി എങ്ങനെ ഞാൻ ജീവിക്കാതിരിക്കും? ഇതാണ് ഞാൻ പൂർണ്ണമായും മനസ്സിലാക്കിയത്. ആ മനസ്സിലാക്കിയപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഇനി ഞാൻ ജീവിച്ചാലും മരിച്ചാലും ആർക്ക് വേണ്ടി ജീവിക്കും? കർത്താവിന് വേണ്ടി ജീവിക്കും. പക്ഷെ നിങ്ങളങ്ങനെ പറയാത്ത എന്തെങ്ങനെ അറിയാമോ? നിങ്ങളെല്ലാം കഴിവുള്ളവരാണ്, വേറെ കുറ്റങ്ങളൊന്നും ചെയ്തിട്ടില്ല. നിങ്ങളുടെ അമ്മയുടെ ഉദരത്തിൽ ഇറങ്ങി വന്നപ്പോഴേ വിശുദ്ധ ജീവിതം നയിക്കുന്നവരാണ്, വേറെ പാവികളല്ല. പക്ഷെ ഞാൻ അങ്ങനെയല്ലായിരുന്നു. അങ്ങനെയല്ലേ? ഹല്ലേലൂയ. ഇന്ന് തിരിച്ചറിയണം, ഈ ശരീരം കർത്താവിൻ്റെ മന്ദിരമാണ്. ഒരിക്കലും വില പറയാൻ കഴിയാത്ത ബ്ലഡ് കൊണ്ട്, യേശുവിൻ്റെ രക്തം കൊണ്ട് വിലക്കി വാങ്ങിയതാണ് എന്നെ, നിങ്ങളെ. ആ രക്തത്തെ മലിന രക്തമാക്കി മാറ്റരുത്. ആ രക്തത്തെ നിന്നയാക്കി തീർക്കരുത്. നീ ഇന്നു മുതൽ ജീവിക്കുന്നത് ദൈവം നിന്നോട് കൂടെ ഉണ്ട് എന്ന് മനസ്സിലാക്കി ജീവിക്കണം. ഹല്ലേലൂയ. ദൈവം നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ നിൻ്റെ ജീവിതത്തിനകത്ത് പ്രതികൂലം വരില്ല എന്ന് മനസ്സിലാക്കി ജീവിക്കണം. നിൻ്റെ ജീവിതത്തിനകത്ത് ദൈവത്തിന് വേണ്ടി ഒരു വില നീ കൊടുക്കണം. ഹല്ലേലൂയ. നമ്മൾ ബാക്കി എല്ലാത്തിനും വില കൊടുക്കുന്നുണ്ട്. കുടുംബത്തിന് കൊടുക്കുന്നുണ്ട്, നല്ലത്. കുടുംബത്തിന് കൊടുക്കണം. ജോലിക്ക് കൊടുക്കുന്നുണ്ട്, നല്ലത്. മക്കൾക്ക് കൊടുക്കുന്നുണ്ട്. വ്യക്തിപരമായ ജീവിതത്തിന് എല്ലാത്തിനും കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ സഭയിൽ വരാനും സഭയിൽ പോകാനും ഒക്കെ നിങ്ങൾ വില കൊടുക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ നിങ്ങളോടുകൂടെ എപ്പോഴും നടക്കുന്ന ദൈവത്തിന് നിങ്ങൾ വില കൊടുക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കണം. അഥവാ ആർക്കെങ്കിലും അങ്ങനെ കൊടുക്കുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്നൊരു തീരുമാനമെടുക്കണം. ദൈവമേ, അങ്ങ് എന്നോട് കൂടെ ഉണ്ടെന്ന് ഞാൻ അറിയുന്നു. ഹല്ലേലൂയ. കർത്താവും ശിഷ്യന്മാരുമായി പടകിൽ സഞ്ചരിക്കുകയാണ്. കർത്താവ് പടകിൽ തലയണ വെച്ച് ഉറങ്ങിയെന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. ആ ഉറങ്ങിയ സമയത്ത് ശിഷ്യന്മാർ എന്ത് ചെയ്തു? അവിടെ വന്ന കാറ്റിലും കടലിലും, അല്ലെങ്കിൽ കാറ്റടിച്ചു കടല് ഉലഞ്ഞപ്പോൾ അവർ ഭയപ്പെട്ടു. യേശു എഴുന്നേറ്റ് അവരെ ആ കാറ്റിനെ ശാസിച്ചു, കടലിനോട് അടങ്ങുവാൻ പറഞ്ഞ ശേഷം അവരോട് പറഞ്ഞു, അല്പവിശ്വാസികളെ, അല്ലെങ്കിൽ വിശ്വാസമില്ലാത്തവരെ എന്ന് വിളിച്ചു. കാരണം എന്താണ്? കർത്താവ് കൂടെ ഉണ്ടെന്നുള്ള ബോധം അവർക്ക് പോയി. നിങ്ങളുടെ ഉള്ളിൽ കർത്താവ് ഉണ്ടെന്നുള്ള ബോധമുണ്ടെങ്കിൽ എന്ത് കാറ്റ് വന്നാലും, എന്ത് കാറ്റ് നിങ്ങളുടെ മുന്നേ അടിച്ചാലും, എന്തൊക്കെ പ്രതികൂലം നിങ്ങളുടെ മുന്നേ നിലനിന്നാലും നിങ്ങൾ ഭയപ്പെടില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മളെ ജീവിതം ഇതാണ്, ശിഷ്യന്മാരെ പോലെയാണ്. ഏതൊക്കെ നിമിഷത്തിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നമ്മൾ അതുവരെ സ്തുതിച്ചുകൊണ്ടിരുന്ന, അതുവരെ ദൈവമുണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു നിമിഷം കൊണ്ട് ദൈവം ഇല്ല എന്ന് പറയും. ദൈവത്തിൻ്റെ ഓർമ്മ പോലും നമുക്ക് ഉണ്ടാകില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടെന്നുള്ള ബോധം എപ്പോഴും ഉണ്ടായിരിക്കണം. നിങ്ങളുടെ കൊടുക്കൽ വാങ്ങലുകൾ, നിങ്ങളുടെ വാക്കിൽ, പ്രവൃത്തിയിൽ, സംസാരത്തിൽ, നടപ്പിൽ എപ്പോഴും ആരുണ്ടെന്ന് മനസ്സിലാക്കണം? ദൈവമുണ്ടെന്ന് മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കി നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങൾ അനുഗ്രഹപ്പെടും, നിങ്ങളുടെ തലമുറ അനുഗ്രഹപ്പെടും, നിങ്ങളുടെ ഭവനം അനുഗ്രഹപ്പെടും, നിങ്ങളുടെ ദേശം അനുഗ്രഹപ്പെടും, നിങ്ങളുടെ സഭ നിങ്ങളിലൂടെ അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. അതേപോലെ അപ്പോസ്തല പ്രവൃത്തിയിൽ 7-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം. അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം. എന്നാൽ ദൈവം അവനോട് കൂടെ ഇരുന്ന് സകല സങ്കടം നിന്ന് അവനെ വിടുവിച്ചു. മിസ്രയീം രാജാവായ ഫറവോൻ്റെ മുമ്പാകെ അവനെ കൃപയും ജ്ഞാനവും കൊടുത്തു. അവനെ മിസ്രയീമിനും തൻ്റെ സർവ്വഗ്രഹത്തിനും അധിപതിയാക്കി വെച്ചു. മോശയെക്കുറിച്ച് പറയുന്ന സമയത്ത് ഇതിനകത്ത് എഴുതിയിരിക്കുകയാണ്, ദൈവം ആരോട് കൂടെ ഇരുന്നു? മോശയോട് കൂടെ ഇരുന്നു. അന്ന് എല്ലാവരും ഭയപ്പെട്ടിരുന്ന ഫറവോൻ്റെ മുന്നിൽ എന്ത് ചെയ്തു? മിസ്രയീം രാജാവായ ഫറവോൻ്റെ മുന്നിൽ അവനെ നിർത്തി കൃപയും ജ്ഞാനവും കൊടുത്തു. അത്രയും അധികാരവും ജ്ഞാനവും ദൈവം കൊടുത്തത് മോശയോടുകൂടെ ആരിരുന്നു? ദൈവം ഇരുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ. മോശയോടുകൂടെ ദൈവം ഇരുന്നത് കൊണ്ടാണ് മോശ നടത്തിയതെന്ന് ആർക്ക് നല്ല ബോധമുണ്ടായിരുന്നു? മോശയ്ക്ക് ബോധമുണ്ടായിരുന്നു.
ഇസ്രായേൽ ജനങ്ങൾ പലപ്പോഴും മറന്നപ്പോഴും ഇസ്രായേൽ ജനങ്ങൾ ചെയ്ത തെറ്റ് കാരണം ഇനി യഹോവയായ ദൈവം ഇവരുടെ മധ്യത്തിൽ ഇരിക്കില്ല എന്ന് പറഞ്ഞപ്പോഴും മോശ പറഞ്ഞത് എന്താണ്? ഞങ്ങളെ നീ ഇല്ലാതെ ഒരിടവും പറഞ്ഞയക്കരുതേ. ദൈവത്തെ തിരിച്ചറിഞ്ഞവൻ, ദൈവത്തിൻ്റെ അഭിഷേകത്തെ പ്രാപിച്ചവൻ, അല്ലെങ്കിൽ ദൈവത്തെ തിരിച്ചറിഞ്ഞവൻ, ദൈവം കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കിയവൻ ആ സാന്നിധ്യമില്ലാതെ ഒരു നിമിഷം ജീവിക്കാൻ തോന്നില്ല. ഈ ലോകത്തിൽ എന്തൊക്കെ കിട്ടിയാലും ദൈവ സാന്നിധ്യമില്ലാതെ നിനക്ക് ജീവിക്കാൻ തോന്നില്ല എന്ന് തോന്നുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ ഞാൻ പറയാം, നീ പൂർണ്ണമായും ദൈവത്തെ അറിഞ്ഞവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥന കൊണ്ട് അതറിയാൻ പറ്റും, നിന്റെ ആരാധന കൊണ്ട് അതറിയാൻ പറ്റും, നീയും ദൈവവുമായുള്ള ബന്ധത്തിൽ അതറിയാൻ പറ്റും. മോശ അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു. മോശയ്ക്ക് നന്നായിട്ട് അറിയാമായിരുന്നു താൻ കുഞ്ഞുനാളിലെ ഫറവോൻ്റെ ഭവനത്തിലായിരുന്നു, കൊട്ടാരത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ അറിയാം ആ ഫറവോൻ്റെ കൊട്ടാരത്തിലുള്ള മന്ത്രവാദികളെക്കുറിച്ചുള്ള അവരുടെ പവറിനെ കുറിച്ച് ആർക്കറിയാം? മോശയ്ക്കറിയാം. അവരുടെ ജ്ഞാനത്തെക്കുറിച്ച് ആർക്കറിയാം? ഫറവോൻ്റെ ജ്ഞാനത്തെക്കുറിച്ച് ആർക്കറിയാം? മോശയ്ക്കറിയാം. അവിടെ നടക്കുന്ന ആയുധ പരിശീലനത്തെക്കുറിച്ച് ആർക്കറിയാം? മോശയ്ക്കറിയാം. എന്താണ് ഫറവോൻ എന്ന് നന്നായിട്ടറിയാം. മോശയ്ക്ക് എന്താ അറിയാമായിരുന്നു? ഫറവോനെക്കുറിച്ചും ഫറവോൻ്റെ രാജ്യത്തെക്കുറിച്ചും ഫറവോൻ എങ്ങനെ ഉള്ളവനെന്നും കൃത്യമായിട്ടായിരുന്നു. ആ ഫറവോൻ്റെ അടുക്കലേക്കാണ് മിസ്രൈം ജനത്തെ നയിക്കുവാൻ വേണ്ടി മോശയെ പറഞ്ഞു വിടുന്നത്. നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, മോശയുടെ അടുത്തേക്ക് യഹോവയായ ദൈവം ഇറങ്ങി വന്ന് ഇങ്ങനെ മോശയെ പറഞ്ഞു വിടുന്ന സമയത്ത് മോശ പറയുന്നുണ്ട്, എനിക്ക് കഴിയില്ല, എനിക്ക് വിക്കുള്ള നാവുണ്ട്. യഥാർത്ഥ വിക്കുള്ള നാവ് കൊണ്ടാണോ മോശ പറഞ്ഞത്? മോശയ്ക്ക് നന്നായിട്ട് അറിയാമായിരുന്നു എന്നെ എവിടെയാണ് പറഞ്ഞു വിടുന്നത്. അത് ഫറവോൻ്റെ അടുക്കലാണ് പറഞ്ഞു വിടുന്നത് മോശയ്ക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് ഫറവോൻ്റെ അടുക്കലേക്ക് പറഞ്ഞു വിടുമ്പോൾ ദൈവത്തോട് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവിടെ അങ്ങനെ പറഞ്ഞു വിട്ട പ്രശ്നമാണ്, അടി കിട്ടും, എന്നെ കൊന്നുകളയെന്ന് പറയുന്നതിന് പകരം മിസ്രൈമിൻ്റെ അടുക്കലേക്ക് പോകുന്നതിന് വരെ മോശ എന്ത് പറഞ്ഞു? ദൈവമേ, ഞാനിങ്ങനെ കുറവുള്ളവനാണ്. ഹല്ലേലൂയ. 2-3 പ്രാവശ്യം വന്നപ്പോൾ യഹോവയായ ദൈവം കോപിച്ചു എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. ദേഷ്യം വന്നു. തന്നെ പറഞ്ഞയക്കുന്ന ദൈവം ആരെന്ന് മനസ്സിലാക്കാതെ സംസാരിച്ചുകൊണ്ട് മോശയോട് ദേഷ്യം വന്നുവെന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. യഥാർത്ഥമായി ആർക്കറിയാമായിരുന്നു? മോശയ്ക്ക് അറിയാമായിരുന്നു. പക്ഷെ ആ മോശയെ അവിടെ കൊണ്ടുപോയപ്പോൾ അവൻ മോശയോടൊപ്പം ആരിരുന്നു? ദൈവം ഇരുന്ന് ആ ഫറവോനേക്കാളും ജ്ഞാനം ആർക്ക് കൊടുത്തു? മോശയ്ക്ക് കൊടുത്തു. പരിജ്ഞാനം ആർക്ക് കൊടുത്തു? കൃപയും ജ്ഞാനവും കൊടുത്തു. അവൻ അവനോട് കൂടെ ഇരുന്ന് മിസ്രൈമിനെ തൻ്റെ സർവ്വഗ്രഹത്തിനും അധിപതിയാക്കി വെച്ചു. മോശ അവിടെ ചെന്ന് കയറി ഒരു കാര്യം പറഞ്ഞാൽ ആ മിസ്രൈമിലുള്ള മന്ത്രവാദികൾക്ക് അതിന് നേരെ നിൽക്കാൻ കഴിയില്ല. മോശ ഒരു കാര്യം ചെയ്താൽ, മോശയുടെ വടിയടിച്ചിട്ട് പല അത്ഭുതങ്ങളും അതിനകത്ത് ചെയ്തു. ആ അത്ഭുതങ്ങൾക്കെതിരെ നിൽക്കുവാൻ ആർക്ക് കഴിഞ്ഞില്ല? മിസ്രൈമിലുള്ള മന്ത്രവാദികൾക്കോ മിസ്രൈമിയ സൈന്യങ്ങൾക്കോ കഴിയാത്തതിന് കാരണം ആരോടുകൂടെ മോശയോട് ആരുണ്ടായിരുന്നു? ദൈവമുണ്ടായിരുന്നു. ദൈവം നിന്നെ ഒരു സ്ഥലത്ത് പറഞ്ഞയച്ചാൽ, ദൈവം നിന്നെ സെലക്ട് ചെയ്താൽ, ഏതൊക്കെ ശത്രു നിന്റെ വഴി തടയാൻ നിന്നാലും അവരുടെ മുന്നേ ദൈവം നിന്നെ നടത്തും. ഹല്ലേലൂയ. നിങ്ങളോട് കൂടെ ദൈവം ഇരുന്നിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ പഠിക്കുന്നത്, നമ്മളിപ്പോൾ ആഗസ്റ്റ് മാസം പഠിക്കും, ദൈവം തരാത്ത ഒന്നും നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾക്ക് പ്രവചനം കിട്ടിയില്ലെങ്കിൽ പ്രവചിക്കണ്ടെന്നേ. നിനക്ക് ഭൂതത്തിൻ്റെ മേൽ അധികാരം കിട്ടിയില്ലെങ്കിൽ ഭൂതത്തിൻ്റെ മേൽ അധികാരം ഇല്ലാത്ത നീ ശാസിക്കണ്ട. നിനക്ക് ശുശ്രൂഷ കിട്ടിയില്ലെങ്കിൽ ഒന്നും ചെയ്യേണ്ട, വീട്ടിൽ മിണ്ടാതിരുന്ന് പ്രാർത്ഥിച്ചാലും മതി. ആ പ്രാർത്ഥന നിന്റെ ഭവനത്തിനും ദേശത്തിനകത്ത് അനുഗ്രഹമായി തീരും. ഇല്ലാത്ത കാര്യം നീ ഉണ്ടാക്കി ചെയ്താൽ ദൈവം നിന്നോടുകൂടെ ഇരിക്കില്ല. ഹല്ലേലൂയ. പൗലോസ് ചെയ്തത് കണ്ടിട്ട് അവിടെയുള്ള മന്ത്രവാദിയുടെ മക്കൾ എന്ത് ചെയ്തു? ചെന്ന് പിശാചിനെ ശാസിച്ചു. പിശാച് തിരിച്ചു പറഞ്ഞു, യേശുവിനെ എനിക്കറിയാം, പൗലോസിനെ അറിയാം, നിങ്ങളാരാ? കാരണം എന്തെന്നറിയാം, ദൈവം ഇരിക്കില്ല. നമ്മൾ മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ടു പഠിക്കുന്നവരല്ല, ദൈവത്തിൻ്റെ മക്കളാണ്. നിന്നെ ദൈവം സെലക്ട് ചെയ്ത് നിൻ്റെ മേൽ ദൈവത്തിന് നിന്നെ ഉപയോഗിക്കുവാനുള്ള ഒരു പദ്ധതി ദൈവം ഒരുക്കിയിട്ടുണ്ട്. ആ പദ്ധതി പ്രകാരം എന്താണോ നിൻ്റെ മേലിട്ടിരിക്കുന്നത് ആ ഗിഫ്റ്റ് വേണം നിൻ്റെ ഓപ്പറേറ്റ് ആവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനെ ദൈവം നിന്നെ നിർത്തിയിരിക്കുന്ന ഒരു അഭിഷിക്തൻ്റെ കൂടെ നിന്ന് നീ പഠിക്കണം, അഭിഷിക്തൻ്റെ കൂടെ ചേർന്ന് നടക്കണം. അതൊക്കെ പോട്ടെ, അത് നമുക്ക് ആഗസ്റ്റ് മാസം വീണ്ടും പഠിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ആ എല്ലാം അറിയാവുന്ന, താൻ ഒന്നുമല്ല എന്ന് മനസ്സിലാക്കുന്ന, തനിക്ക് അവിടെ ചെന്ന് നിൽക്കാനുള്ള കഴിവോ ജ്ഞാനവും ഇല്ല എന്ന് മനസ്സിലായ മോശയോടുകൂടെ ദൈവം ഇരുന്നപ്പോൾ എന്ത് ചെയ്തു? മോശ ഫറവോൻ്റെ മുന്നിൽ ജ്ഞാനവും കൃപയും ഉള്ളവനായി ഫറവോന് വരെ അധിപതിയായി മാറി. ഹല്ലേലൂയ. നിങ്ങളെ കർത്താവ് അംഗീകരിക്കാൻ പോകുന്നു. നിങ്ങളെ നിന്ദിച്ച,
പരിഹസിച്ച് നീ ആരെന്നറിയാതെ നിന്നോട് എതിർത്ത, ഞാൻ വീണ്ടും പറയുന്നു, നമ്മളോട് എതിർക്കുന്ന വ്യക്തികൾ, അത് കുടുംബക്കാരായിരിക്കാം, ചാർച്ചക്കാരായിരിക്കാം, ബന്ധുക്കളായിരിക്കാം, അവർക്കറിയില്ല നീ ആരെന്ന് നിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന പരിശുദ്ധാത്മാവാരാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വലിയ പദ്ധതി വെളിപ്പെടുവാൻ പോകുന്നു. നീ നിൻ്റെ മൺകൂടാരം സൂക്ഷിക്കുക, പരിശുദ്ധാത്മാവിന് വില കൊടുക്കുക, ആ പരിശുദ്ധാത്മാവിനോടൊപ്പം ചേർന്ന് നീ നടക്കുക. നീ മറ്റുള്ള ഒന്നും നോക്കണ്ട കേട്ടോ. നിൻ്റെ വശത്ത് 1000 പേര് വരുന്നതോ, നിൻ്റെ വശത്ത് 10,000 പേര് വരുന്നതോ, നിനക്കെതിരെ ശത്രു പാഞ്ഞു വരുന്നതോ ഒന്നും നോക്കരുത്. നീ ദൈവം നിന്നോട് പറയുകയാണ് നടക്കുക എന്ന് പറഞ്ഞാൽ നടക്കുക, ശാസിക്കുക എന്ന് പറഞ്ഞാൽ ശാസിക്കുക. പ്രതികൂലത്തിൻ്റെ മുന്നേ ദൈവം എവിടേക്ക് കൊണ്ടു നിർത്തുന്ന അവിടെ നിന്ന് ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. ദൈവം നിന്നെ കൈവിടില്ല. അതുകൊണ്ടാണ് മോശയ്ക്കുള്ള പേടി. ഞാൻ പറഞ്ഞില്ലേ, മോശ ദൈവത്തോട് മറ്റൊന്നും പറഞ്ഞില്ല, ദൈവം എനിക്ക് വേറെ ഒന്നും വേണ്ട, നിൻ്റെ സാന്നിധ്യം എന്നോട് കൂടെ വന്നില്ലെങ്കിൽ ഞാനങ്ങൂല, ഞാൻ ഇവിടെ നിൽക്കും ദൈവമേ, നിൻ്റെ ദൂതനല്ല എന്നോട് കൂടെ നടക്കേണ്ടത്, നീ എന്നോട് കൂടെ നടക്കണം. ദൈവത്തോട് ഇങ്ങനെ പറയണമെങ്കിൽ മോശയും ദൈവവുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് നിങ്ങൾ അറിയണം. ഹല്ലേലൂയ. നിങ്ങൾക്ക് ആ ഒരു ബന്ധമുണ്ടോ? ദൈവമായിട്ടൊരു ബന്ധമുണ്ടോ? അങ്ങനെ ഒരു ബന്ധം ഇന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യണം കേട്ടോ. ആ സാന്നിധ്യം, ആ അഭിഷേകം, ആ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവൻ, ആ പരിശുദ്ധാത്മാവിനെ രുചിച്ചറിഞ്ഞവൻ. എൻ്റെ പ്രിയ മക്കളെ, എനിക്ക് മറ്റൊന്നും എൻ്റെ ജീവിതത്തിനകത്ത് ഇങ്ങനെ പറയാൻ പാടുണ്ടോ എന്നറിയില്ല. ഞാൻ പ്രാർത്ഥിച്ച പല വിഷയങ്ങളും എൻ്റെ ഭൗതിക ജീവിതത്തിനകത്ത് ലഭിച്ചിട്ടില്ല. പക്ഷെ ലഭിച്ചതെല്ലാം എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ലഭിച്ചിട്ടുള്ളൂ. ഇനി ലഭിച്ചാലും അങ്ങനെ തന്നെ എനിക്കറിയാം. ദൈവം തന്നു എന്ന് എനിക്ക് പറയാൻ പറ്റുന്നത് മാത്രമേ എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ദൈവത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഹല്ലേലൂയ. നിങ്ങളിവിടെ നോക്കുമ്പോൾ ഞാൻ പവർഫുള്ളായി നിൽക്കുന്നു, തലയിൽ തൊടുമ്പോൾ പിശാച് ഇളവുന്നു, രോഗികൾ സൗഖ്യമാകുന്നു. ഇതൊന്നും ഞാൻ ചെയ്യുന്നതല്ല കേട്ടോ, എന്നോട് നിൽക്കുന്ന പരിശുദ്ധാത്മാവാണ്. ആ ദൈവം എന്നിൽ നിന്ന് മാറിയാൽ ഞാൻ പണ്ടത്തെ ബിജുവായി മാറും. ആ ബിജുവിന് കമ്പ്യൂട്ടർ മാത്രമേ നന്നാക്കാൻ അറിയാവൂ. അത് ദൈവം ജ്ഞാനം തന്നാലേ അറിയാവൂ. ദൈവം പരിജ്ഞാനം തന്നാലേ അതറിയാവൂ. ഹല്ലേലൂയ. അതുകൊണ്ട് ആ ദൈവത്തെ കൈവിടരുത്. ദൈവം എന്ത് ചെയ്യുന്നുണ്ട്? നമ്മോട് കൂടെ ഉണ്ട്. ഉച്ചത്തിൽ പറ, ദൈവം നമ്മോട് കൂടെ ഉണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം 38-ാം വാക്യം. നമുക്കിതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ. 10-ാം അധ്യായം 38-ാം വാക്യം. നസ്രേനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോട് കൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തതും പിശാച് ബാധിച്ചവരൊക്കെയും സൗഖ്യമാക്കിയത് കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നല്ലോ. ഹല്ലേലൂയ. നസ്രേനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോട് കൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നല്ലോ. കർത്താവിനെ യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ വേള തുടങ്ങുന്നതിന് മുന്നേ യോഹന്നാനാൽ സ്നാനമെടുത്ത് കരയിൽ കയറിയപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് ആരുടെ മേൽ വന്നു? യേശുവിൻ്റെ മേൽ വന്നു. യേശു ആ പരിശുദ്ധാത്മാവിനാൽ പരീക്ഷിക്കപ്പെടുവാൻ 40 രാവും പകലുമായി മരുഭൂമി യാത്ര ചെയ്തു. അവിടെ വെച്ച് താൻ പരീക്ഷിക്കപ്പെട്ട് മടങ്ങി വന്ന സമയത്ത് താൻ അഭിഷേകത്തോടെ, തുടർന്നുള്ള സമയങ്ങൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു, താൻ അഭിഷേകത്തോടെ എന്ത് ചെയ്തു? തൻ്റെ ശുശ്രൂഷയിലേക്ക് ഇറങ്ങി. പരിശുദ്ധാത്മാവ് ലഭിച്ചവൻ എല്ലാവർക്കും ശുശ്രൂഷ ചെയ്യാൻ കഴിയില്ല. പരിശുദ്ധാത്മാവ് ലഭിച്ചവൻ അഭിഷേകത്താൽ നിറയണം. അഭിഷേകമാണ് ശുശ്രൂഷ ചെയ്യുന്നവൻ്റെ മേൽ വിടുന്നതാണ് അഭിഷേകം. ഞാൻ കഴിഞ്ഞ നാളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് വേണമെങ്കിൽ യൂട്യൂബ് ചാനലിലൊക്കെ നോക്കുക. അപ്പം പരിശുദ്ധാത്മാവിനെ ലഭിച്ചവൻ എന്ത് ചെയ്യും? അഭിഷേകത്താൽ നിറഞ്ഞാൽ അഭിഷേകം ഒരുവനെ ശുശ്രൂഷക്കാരനാക്കി മാറ്റും. അഭിഷേകത്തെ നിറഞ്ഞ് പുറത്ത് വന്ന് താൻ പിതാവിൻ്റെ ഇഷ്ടം ചെയ്തു തുടങ്ങി. ആ കർത്താവിൻ്റെ മരണശേഷം ഇതിനകത്ത് എഴുതിയിരിക്കുന്നു, ദൈവം അവനോട് കൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരൊക്കെയും സൗഖ്യമാക്കിക്കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നല്ലോ. അതായത് കർത്താവ് പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് അഭിഷേകം പ്രാപിച്ച്, പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം പ്രാപിച്ച് ദൈവം കർത്താവിനോട് കൂടെ ഇരുന്നത് കൊണ്ട് എന്ത് ചെയ്തു? ശുശ്രൂഷ ചെയ്തു. നമ്മളോടുകൂടെ കർത്താവ് ഇരുന്നാലും നമ്മൾ എന്ത് ചെയ്യും?
ശുശ്രൂഷ ചെയ്യും. എന്തൊക്കെ ശുശ്രൂഷ ചെയ്യും? പിശാച് ബാധിച്ചവരൊക്കെയും വിടുവിക്കും, നന്മ ചെയ്യുവാൻ കഴിയും, രോഗികളെ സൗഖ്യമാക്കുവാൻ കഴിയും. ഇന്ന് പകൽക്കാലം കർത്താവ് നിങ്ങൾ ആരോഗ്യം അങ്ങനെ മാറ്റുവാൻ പോകും. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും എഴുന്നേൽക്കാം.